ഒരു ഗ്രാമത്തിൽ ധനികനായൊരു കർഷകനും ദരിദ്രനായൊരു കർഷകനും ജീവിച്ചിരുന്നു. ധനികൻ തൻ്റെ വിജയത്തിൽ സ്വയം അഭിമാനിക്കുകയും മറ്റുള്ളവരോട് തൻ്റെ സമ്പത്തിനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. എന്നാൽ ഒരിക്കൽ ശക്തമായൊരു കൊടുങ്കാറ്റ് ഭൂമിയെ ബാധിച്ചു. അത് അവരിരുവരുടെയും വിളകളുടെ ഒരു ഭൂരിഭാഗം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. തങ്ങളുടെ നഷ്ടങ്ങളിൽ നിന്നും എങ്ങനെ കരകയറുമെന്നറിയാതെ അവർ ഇരുവരും തകർന്നുപോയി. അതേസമയം തൻ്റെ സുഹൃത്തിൻ്റെ ദുഃഖം കണ്ട ദരിദ്രൻ അദ്ദേഹത്തെ സമീപിച്ച് അവരുടെ നഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നതിനായി ഒരുമിച്ച് പരിശ്രമിക്കാം എന്ന ആശയവുമായി മുന്നോട്ട് വരികയാണ്. തനിക്ക് സഹായം ആവശ്യമായിരുന്നിട്ട് കൂടിയും തൻ്റെ സുഹൃത്ത് ഒരു ദരിദ്രനാകൊണ്ടും അത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തെ ബാധിക്കുമെന്ന് കരുതിക്കൊണ്ടും അദ്ദേഹം ആ സഹായം നിരസിക്കുകയാണ്. എന്നാൽ ദരിദ്രൻ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുകയും അവസാനം അവർ ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ച് നഷ്ടങ്ങളെല്ലാം വീണ്ടെടുക്കുകയും ചെയ്യുന്നു. അന്നാണ് അയാൾക്ക് മനസ്സിലായത് തൻ്റെ സുഹൃത്ത് ഒരു ദരിദ്രനായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ മനസ്സ് സമ്പന്നമാണ് എന്ന്. പ്രിയ സുഹൃത്തുക്കളെ, മറ്റുള്ളവരോട് അവരുടെ സാമൂഹിക നില നോക്കിയല്ല നമ്മൾ പെരുമാറേണ്ടത്. എല്ലാവരോടും കരുണയോടും ദയയോടുമുള്ള പെരുമാറ്റം കാഴ്ചവെക്കുമ്പോൾ നമ്മൾ സ്വയം പുതിയ ബന്ധങ്ങളിലേക്കും അവസരങ്ങളിലേക്കുമുള്ള വാതിൽ തുറക്കുകയാണ്. അതുകൊണ്ട് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഈ നോമ്പുകാലത്തിൽ ഈ സന്ദേശം എല്ലാവരുടെ ഹൃദയത്തിലും പതിയട്ടെ.